കെ സജീഷ് ഉണ്ട് വിവരങ്ങളുമായി. സജീഷ്, ഇപ്പോൾ വോട്ട് ബജറ്റ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ നടപ്പാക്കാനുള്ള പ്രഖ്യാപനങ്ങളല്ല. മാത്രമല്ല, പ്രഖ്യാപനത്തിന് തുടക്കം രാഷ്ട്രീയം കലർത്തി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ബജറ്റിനെ സമഗ്രമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് സജീഷ്? സ്മൃതി, തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ബജറ്റ് സ്വാഭാവികമായിട്ടും വോട്ട് ബജറ്റായിട്ടും ജനപ്രിയ ബജറ്റായിട്ടും പരിണമിക്കുമെന്ന വിലയിരുത്തലുണ്ടാകും. അതങ്ങനെ തന്നെയായിരിക്കും. അതങ്ങനെ തന്നെയാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. വമ്പിച്ച ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റ് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ക്ഷേമ പെൻഷന്റെ പരിധി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ക്ഷേമ പെൻഷനുകളുടെ പരിധിയിൽ പരമാവധി പേരെ ഉൾക്കൊള്ളിക്കാൻ ബജറ്റിൽ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു സർവ്വതല സ്പർശിയായി എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരു പരിധിവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കിണഞ്ഞ ശ്രമം ഈ ബജറ്റ് പ്രസംഗത്തിലുടനീളം കെ എൻ ബാലഗോപാൽ നടത്തിയിട്ടുണ്ട്. അതിൽ അതിശയോക്തിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു വോട്ട് ബജറ്റായിട്ട് തന്നെ ഇത് പരിണമിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നത് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനമാണ്. വളരെ ദീർഘകാലമായുള്ള ജീവനക്കാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ ഒരു ചുവടുവെപ്പ് എന്നാണ് ധനമന്ത്രി ഇതിനെ സഭയിൽ വിശേഷിപ്പിക്കുകയും ചെയ്തത്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുന്നതോടുകൂടി തന്നെ ജീവനക്കാരെയും പെൻഷൻകാരെയും ഒപ്പം നിർത്താനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് കൂടി ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. മറ്റൊന്ന്, ഡി എ കുടിശ്ശിക കുറേ കാലമായുള്ള ആവശ്യമാണ്. ഈ ഡി എ കുടിശ്ശിക പൂർണ്ണമായും തീർക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ആദ്യ ഗഡു അടുത്ത മാസം മുതൽ നൽകും. മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം പൂർണ്ണമായി ഡി എ കുടിശ്ശിക തീർക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായുള്ള അഷേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ മാസത്തിൽ നിലവിൽ വരും എന്ന ഒരു ജനപ്രിയ പ്രഖ്യാപനവും ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം വന്നിരിക്കുന്നത് ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്നാണ്. ഇത് നമുക്കറിയാം, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് പേർ റോഡ് അപകടങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് ജനപ്രിയ പ്രഖ്യാപനത്തിലൂടെ മറുപടി നൽകുകയാണ് ധനമന്ത്രി ഉണ്ടായിരിക്കുന്നത്. ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകും. ഈ പദ്ധതിക്ക് 15 കോടി അനുവദിച്ചിരിക്കുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളുമായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ആശാ വർക്കർമാരുണ്ട്, ഓട്ടോ ടാക്സി തൊഴിലാളികളുണ്ട്, ഹരിത കർമ്മസേന ഉൾപ്പെടെയുള്ള ആളുകൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയുള്ള ജനപ്രിയ പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ മറ്റൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ ശ്രീധരൻ അവതരിപ്പിച്ച അതിവേഗ റെയിൽ പദ്ധതിക്ക് ബദലായി സംസ്ഥാന സർക്കാരാണ് മറ്റൊരു അതിവേഗ റെയിൽ പദ്ധതി അവതരിപ്പിച്ചത്. അതിനുവേണ്ടി 100 കോടി രൂപ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർവ്വതല സ്പർശിയായിട്ടുള്ള ബജറ്റ് പ്രഖ്യാപനം അല്ലെങ്കിൽ പദ്ധതി പ്രഖ്യാപനമുണ്ട്. വമ്പിച്ച ക്ഷേമ പദ്ധതികളില്ലെങ്കിൽ പോലും എല്ലാ വിഭാഗം ആളുകളെയും സന്തോഷിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടി ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. ശരി, കെ സജീഷാണ് വിവരങ്ങൾ നൽകിയത്.